ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പഴംപൊരി ആട്ടോ ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു പഴംപൊരി ആട്ടോ. അതിനു വേണ്ടി അര കപ്പ് കടലപ്പൊടി ഇല്ലേ, അത് ഒരു ബൗളിൽ തരിച്ചെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദ കേട്ടോ. അത് ഇതുപോലെ അരിച്ചെടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയില്ലേ, അത് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഏലക്കില്ലേ, അത്. പിന്നെ വേണ്ടത് ഇതിൽ സോഡാപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഇതിൽ പിന്നെ മഞ്ഞൾപ്പൊടി ഇല്ലേ, ആ മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളം ഇല്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. കഞ്ഞിവെള്ളം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കുകയാണ് നല്ലത്. പഴംപൊരി നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് മാവാക്കിയെടുക്കാം. ബാറ്റർ ഇങ്ങനെ മതി. പിന്നെ വേണ്ടത് കരിഞ്ജീരകില്ലേ, അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവിൽ കോട്ട് ചെയ്ത് ഓയിൽ പൊരിച്ചെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റൗവിൽ ചീനച്ചട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പഴം മാവിൽ മുക്കി ഓയിൽ പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യണേ. അഭിപ്രായം അറിയിക്കണേ.
താങ്ക്സ് ഫോർ വാച്ചിങ്.